മുദ്രാവാക്യം വിളികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉളുക്കിയ കഴുത്തിന്റെ വേദന ഇത്ര അസഹനീയമായിരുന്നെങ്കിൽ ഉഷ എന്ന് പറയുന്ന സഹോദരി കത്രിയ വയറിനകത്ത് വർഷങ്ങളോളം കൊണ്ടു നടന്നപ്പോൾ അനുഭവിച്ച വേദന എന്തെന്ന് ഊഹിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? വിനോദിനി എന്ന 4ാം ക്ലാസ്സുകാരി 9 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി നിലത്ത് വീണ് കൈയൊടിഞ്ഞതിന്റെ പേരിൽ ആ കൈകൾ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ ആ ഇൻസിഡന്റിലും പിന്നെ ജീവിതകാലം മുഴുവൻ ഇനി അവർ അനുഭവിക്കേണ്ടി വരുന്ന വേദന എന്താണെന്ന് ഊഹിക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി, കോഴിക്കോട് ജില്ലക്കാരി, അവരും ഈ ചികിത്സാ പിഴവ് മൂലം വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വന്ന വേദനയെ സംബന്ധിച്ച്, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഡിമാൻഡുകളെ സംബന്ധിച്ച് ഒരു അനുകൂല നിലപാടും എടുക്കാത്ത ഒരു ഭരണകൂടം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രി മനുഷ്യരുടെ വേദന ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയതിന്റെ പേരിൽ കഴുത്തുളിക്കിയതിന്റെ വേദനയ്ക്ക് പ്ലാറ്റ്ഫോം 1, 2 കടന്ന് 3-ലെത്തിയതിന്റെ ശേഷം ഉയർന്ന ബോധോദയത്തിന്റെ ഭാഗമായി തിരിച്ച് ആശുപത്രിവാസം സ്വയം തീരുമാനിച്ച് ICUവിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശനം നടത്തി വധിക്കാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി കഴുത്തു പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു, തിരിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥ വേദന അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ?